നമസ്കാരം. ഗിൽനെറ്റ് ബോട്ടിൽ 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മളും ഈ പ്രാവശ്യം കടലിൽ പോകുന്നുണ്ട്. അപ്പോൾ അതേ പൊന്നിൻ ടീമെല്ലാം കാറിൽ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട്. 7 സീറ്റർ മറാസോല് 14 പേര് നണ്ട നേരെ ഹാർബറിലേക്ക് പോണ്. 2 മാസത്തിന് ശേഷം കടലിലേക്ക് പോകണം. എല്ലാ എൻജോയ്മെന്റും തകർത്താടിയിട്ടാണ് പോയത്. അങ്ങനെ പോണ വഴിക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ തറവേക്കുളം സായൽക്കുടി, അതായത് വെള്ളപ്പെട്ടി റൂട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി ഉപ്പാണ്. അതുപോലെ ഉപ്പിന്റെ ഫാക്ടറി, ഫുൾ ഉപ്പ് പാടങ്ങള്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. 1.5 മണിക്കൂർ തോട്ടത്തിന് ശേഷം നമ്മുടെ ഓണറിന്റെ വീട്ടിലെത്തി. ഓണറിന്റെ വീടല്ല, ഓണറിന്റെ ഷെഡാണ്. ഷെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിന്റെ ഓരോരോ സാധനങ്ങളെല്ലാം സൂക്ഷിച്ചേക്കണേന്ന്. ജയപാൽ എന്നാണ് ഓണറിന്റെ പേര്. ആണ്ടവരും ആണ്ടവർ 1 ഉണ്ട് നമ്മുടെ ജയപാലന്റെ ബോട്ടുകൾ. അപ്പോൾ ആണ്ടവർ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ആദ്യത്തെ ബോട്ടാണ്. ഫൈബർ ബോഡിയാണ്. ആണ്ടവർ 1 ഇരുമ്പ് ബോഡി, സ്റ്റീൽ ബോഡിയാണ്. അതിലാണ് നമ്മൾ പോണത്. പുള്ളിക്കാരന്റെ വീട്ടിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരമുള്ള ഹാർബറിലേക്ക് ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കേണ്ട. ബോർഡർ കയറിയതിനെ തുടർന്ന് ഇവിടെ ശ്രീലങ്കൻ ബോട്ടുകൾ 2 പിടിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ തൂത്തുക്കുടി ബോട്ടുകൾ തന്നെ കുറച്ച് മെയിൻ്റെനൻസ് വർക്കിന് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു പാലമുണ്ട്. പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടെല്ലാം കെട്ടാനായിട്ടുള്ള സ്ഥലമുണ്ട്. പക്ഷേ ആ സ്ഥലത്ത് നിശ്ചിത ബോട്ടുകൾ മാത്രം കെട്ടാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ബോട്ടുകൾ ഇതുപോലെ ആങ്കറിലായിരിക്കുള്ളൂ കിടക്കണത്. അങ്ങോട്ട് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചെറിയൊരു ഔട്ട് ബോർഡ് വള്ളമുണ്ട്. വള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു എഞ്ചിൻ വെച്ചൊരു സംഭവം. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇതുപോലെ എല്ലാവരെയും ബോട്ടിൽ പോകണ എല്ലാവരെയും കയറ്റി ഇതായി തള്ളി കരയിലിരുന്ന് പോയി കുറച്ചു നേരം. അങ്ങനെ തള്ളി നമ്മുടെ ബോട്ടിൻ്റെ അടുത്തേക്ക് പോയാണ്. 2 ബോട്ടിലെ പണിക്കാരുണ്ട് കേട്ടോ. കടലിലേക്ക് പോകാനായിട്ട് വന്ന എല്ലാവരും വന്നില്ല കേട്ടോ. 2 ബോട്ടിൽ തന്നെ 2-3 പേർക്കൊക്കെ ഷിഫ്റ്റ് ആണ്. ഇവിടെ തന്നെ നല്ല രീതിയിലാണ് കാറ്റ് വീശിക്കൊണ്ടിരിക്കണം. കടലിലേക്ക് പോകാൻ നേരത്തെ എന്താണ് അവസ്ഥയെന്ന് അറിയില്ല. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ ബോട്ട്, ആണ്ടവർ എന്ന് പറയുന്ന ബോട്ട് കേട്ടോ. ഇത് ഫൈബർ ബോഡിയാണ്. അപ്പോൾ ഇതിലേക്കുള്ള ആളുകളെല്ലാം ഇതിനകത്തേക്ക് കയറ്റിയിട്ട് പിന്നെ നമ്മുടെ ആണ്ടവർ 1 പോകും. അത് സ്റ്റീൽ ബോഡിയാണ് കേട്ടോ. ചെറിയ ബോട്ടിൽ, അതായത് ആണ്ടവറിലേക്കുള്ള ആളുകളെല്ലാം ഇറക്കിയിട്ട് നമ്മൾ ഇനി ഇത് നമ്മുടെ ബോട്ടിലേക്ക് പോകണം, അതായത് ആണ്ടവർ 1 പോകേണ്ട. അപ്പോൾ ഈ കാണാണ് നമ്മുടെ മുതൽ. ഇനി എത്ര ദിവസമെന്ന് അറിയില്ല, ചിലപ്പോൾ 30 ആയിരിക്കാം, 20 ആയിരിക്കാം. ഇതാണ് നമ്മുടെ വീടട്ട. അപ്പോൾ ഏകദേശം ഒരു 75-80 അടിയോളം ഉണ്ടാവും നമ്മുടെ ആണ്ടവർ 1 എന്ന് പറയുന്ന ബോട്ടിന്റെ നീളോട്ട. ഇഷ്ടം പോലെ ബോട്ടുണ്ട്. ഇന്ന് ഇവരുടെ സീസൺ സ്റ്റാർട്ടിങ് ആണ്. അതുകൊണ്ട് തന്നെ രാത്രി 12 മണിയോടെ ഈ കാണുന്ന ബോട്ടുകളൊന്നും നാളെ കാണില്ല, എല്ലാം കടലിലായിരിക്കുള്ളൂ. അങ്ങനെ എല്ലാവരും ബോട്ടിലേക്ക് കയറി. ആദ്യം തന്നെ ഒരാൾ നേരെ വെള്ളത്തിൽ ചാടി. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊപ്പലർ ചെക്ക് ചെയ്യാനായിട്ട്. പ്രൊപ്പലറിൽ എന്തെങ്കിലും തുണിയോ റോപ്പ് എന്തെങ്കിലുമൊക്കെ ചുറ്റി കിടക്കണ്ടെന്ന് അറിയാനായിട്ട്. അങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീസലെത്തും. അതുപോലെ പല പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതിൻ്റെ പേരിൽ ആദ്യം തന്നെ നമ്മൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കത്തി കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടേ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 2 മാസത്തെ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം കടലിലേക്ക് തിരികെയാണ് ബോട്ടുകൾ. അപ്പോൾ എല്ലാ ബോട്ടുകാർക്കും ഓണർമാർക്കും പണിക്കാർക്കും എല്ലാം നല്ല പ്രതീക്ഷയാണ്. അപ്പോൾ അവരുടേതായ ചെറിയ പ്രാർത്ഥനകളും കാര്യങ്ങളും ആചാരങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ രാത്രി 12 മണിക്ക് കടലിലേക്ക് അടിക്കുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിൽ ട്രോളിംഗ് നിരോധനം തുടങ്ങുന്നതിന് 2 മാസം മുമ്പേ ഇവിടെ തുടങ്ങും. നമ്മുടെ നാട്ടിൽ ട്രോളിംഗ് നിരോധനം തുടങ്ങുമ്പോൾ അവിടെ ട്രോളിംഗ് നിരോധനം കഴിയോട്ടെ. അപ്പോൾ അതെ, ഇവിടെ കൊടിക്കമ്പും കാര്യങ്ങളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ പുതിയ വീട്ടിൽ പാല് കാച്ചണം എന്ന് പറയുന്ന പോലെ നാഗരാജനാണ് നമ്മുടെ കിച്ചൺ മാസ്റ്റർ. പുള്ളിക്കാരൻ്റെ കഞ്ഞി വെച്ചുകൊണ്ടിരിക്കേണ്ട സമയം ഏകദേശം ഒരു 12 മണിയായപ്പോഴേക്കും ഞങ്ങൾ നേരെ കടലിലേക്ക് ബോട്ട് എടുത്ത്. ഈ ബോട്ടിൽ നമ്മൾ കടലിലേക്ക് പോകാൻ നേരത്ത് ഇവരിൽ ഒരാളായി മാറിയാൽ മാത്രമേ നമുക്ക് ഈ ബോട്ടിൽ സർവൈവ് ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ. അത് എല്ലാ രീതിയിലും കേട്ടോ. വൃത്തിയിലാണെങ്കിലും ഭക്ഷണ രീതിയിലാണെങ്കിലും എല്ലാത്തിലും ഇവരുടെ കൂടെ ഒരാളായിട്ട് നമ്മൾ നിൽക്കണം. ചിലപ്പോൾ നമ്മുടെ വൃത്തിയായിരിക്കില്ല ഇവർക്കുള്ളത്. അപ്പോൾ നാളെ വൃത്തിയുടെ കേസും പറഞ്ഞ ആരെങ്കിലും കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കണ്ടില്ലെങ്കിലും നിങ്ങൾ കണ്ട അതിനൊരു റിപ്ലൈ കൊടുക്കണം. അപ്പോൾ അതെ, നാഗരാജനൻ നമുക്ക് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ഉണ്ടാക്കി തന്നെ. ഫ്രൈഡ് റൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനില്ലാത്തതിൻ്റെ പേരിൽ എഗ് റൈസ്. ആരൊക്കെ ഓർക്കണ്ടെന്നറിയില്ല, ഇതുപോലൊരു സീസൺ ടൈമിലാണ് നമ്മുടെ നാഗരാജനൻ്റെ കാലിൽ സ്റ്റെപ്പർ വീണിട്ട് കാലൊടിഞ്ഞിട്ട് നേരെ കരയിലേക്ക് ഓടിയത് പോട്ട്. അതിനുശേഷം ഒരു 5-8 മാസത്തോളം പുള്ളിക്കാരന് റെസ്റ്റ് ആയിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഇറങ്ങിയേക്കണത്. ഇപ്പോഴും അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല. വയ്യ കാല് വലിച്ചൊക്കെ നോക്കണം. അതുപോലെ കൈക്കും ചെറിയ പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരന് ചില സമയങ്ങളിൽ പറ്റാതായി കഴിയുമ്പോൾ ഇതുപോലെ ഞങ്ങൾ മാറി കുക്കിങ്ങിന് ഇരിക്കാറുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ സരോണ്ടിരിക്കണത്.
ഫ്രൈഡ് റൈസിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. അതായത് വെജിറ്റബിൾസ് അതുപോലെ 2 എഗ്ഗ് ഇടുന്നുണ്ട്. പിന്നെ പൊടികൾ മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇവരുടെ തന്നെ ഒരു പ്രത്യേക മസാലയുണ്ട്. അതാണ് നമ്മുടെ അജിനോമോട്ടോ കൊണ്ട് അതിനകത്തുള്ളത്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഫ്രൈഡ് റൈസ് മിക്സ് എന്ന് പറയും. ആ സാധനം ഇടുമ്പോൾ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മാറുകയാണ്. ഫ്രൈഡ് റൈസ് ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടുന്ന ഫ്രൈഡ് റൈസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ ഫ്രൈഡ് റൈസ് മിക്സ് 2 ടൈപ്പ് ഉണ്ട്. ഒരെണ്ണം സ്പൈസിയും പിന്നെ ഒരെണ്ണം നോർമൽ ഇട്ടാ. ഇപ്പം നമ്മൾ എടുത്തേക്കുന്നത് ഈ കാണുന്ന പച്ച പാക്കറ്റാണ് ഞാൻ പറഞ്ഞ ഫ്രൈഡ് റൈസ് മിക്സ് ഇട്ട. അതുപോലെ ബോയിൽഡ് റൈസ് ഉണ്ട്. റൈസ് ഓൾറെഡി നമ്മൾ അവിടെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കുക ആവശ്യാനുസരണം. പിന്നെ പൊടികളെല്ലാം ഇട്ട് നേരെ മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടാണ്. അപ്പോൾ അതെ, ഈ ബോട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കഴിക്കേണ്ട ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാക്സൺ ഹായ് കാണിക്കുന്നുണ്ട്. വലയിടുന്ന സ്ഥലത്തേക്ക് ഓടിപ്പോയിന്. ഏകദേശം 2 ദിവസത്തെ ഓട്ടം ഉണ്ട് കേട്ടോ. ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇനി വരും ദിവസങ്ങളിൽ. അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ എല്ലാവരും നല്ല രീതിയിൽ ഉറങ്ങിയിട. സമയം ഏകദേശം ഇപ്പം 7 മണിയായി. നമ്മുടെ ബോട്ടിലെ തിരമാലകളെ മുറിച്ച് കടന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ചെറിയ രീതിയിൽ കാറ്റിങ്ങനെ കൂടിയിട്ടുണ്ട് കേട്ടോ. അതുമാത്രമല്ല, കാറ്റുള്ളതിൻ്റെ പേരിൽ ചെറുതായിട്ട് ആടിയുലഞ്ഞാണ്ട ബോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒട്ടുമിക്ക പേരും 2 മാസത്തിന് ശേഷമാണ് കടലിൽ കാലുകുത്തിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ചെറിയ ആയിപ്പിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ ചിലവർക്ക് വാള് വെക്കാനൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഭക്ഷണം അങ്ങനെ മര്യാദക്കാർക്കും കഴിക്കാൻ പറ്റണില്ല കേട്ടോ. തലക്ക് കനം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കിച്ചണിൻ്റെ ബാക്ക് സൈഡിൽ വന്നിങ്ങനെ എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. കടലിലേക്ക് പോയി കഴിഞ്ഞാൽ കുളിയും നനയൊന്നുമില്ല എന്ന് ആരും ചിന്തിക്കരുത്. അതെല്ലാം ഉണ്ട്. ഞങ്ങളത് ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കേണ്ട. കാറ്റുണ്ട്, എന്നാലും വലിയ കാറ്റൊന്നുമില്ല. ഇതൊക്കെ എന്ത് കാറ്റെല്ലാം ഇനി വരാനല്ലേ കിടക്കണം. ബ്രഷ് ചെയ്ത് ബാത്റൂമിൽ പോയി രാവിലത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് ചോറും പിന്നെ രസവും പിന്നെ ഓംലേറ്റ് വേണ്ടവർക്ക് ഓംലേറ്റ്, ഹാഫ് ബോയിൽ വേണ്ടവർക്ക് ഹാഫ് ബോയിൽ, ഇനിയിപ്പോൾ ചിക്കി വറുക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്തുതരും. മുട്ടക്കറി കണ്ട നമുക്ക് കുറച്ച് ദിവസം, അതായത് മീൻ കിട്ടണവരെ മുട്ടക്കറിയും അതുപോലെ മുട്ട വറുത്തതും അങ്ങനെ പല പല മുട്ട കൊണ്ടുള്ള വിഭവങ്ങളായിരിക്കും ഉണ്ടാകും. അപ്പോൾ നമ്മുടെ കിച്ചണാണ്ട് ഈ കാണുന്ന ഒരു ചെറിയ കിച്ചൺ. അപ്പോൾ അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാഗരാജനാണ്. നമസ്കാരം, ഗിൽനെറ്റ് ബോട്ടിലാണ്ട. അപ്പോൾ ഇന്നത്തെ ഡേ ഫസ്റ്റ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ദിവസമൊന്നുമില്ല. സാധാരണ നമ്മൾ 3-4 ദിവസമൊക്കെ ഓടുന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇന്ന് വൈകിട്ട് വല വെക്കും. ഇന്നലെ രാത്രി നമ്മൾ ഇറങ്ങിയാണ്. സീസൺ ടൈം ആയതിൻ്റെ പേരിൽ ഒറ്റ ദിവസം ഓട്ടമുള്ളൂ. ഏകദേശം 1000 ഭാഗോളം വെള്ളം ഉണ്ടാവും. 1000 ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ഫാത്തം മീറ്റർ. 1000 × 6 അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അടിക്കണക്ക് കിട്ടും. ഫീറ്റ് എത്രയെന്നുള്ളത് കിട്ടും കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ വേറെ ബോട്ടൊന്നുമില്ല. നമ്മുടെ കൂട്ട ബോട്ട്, കമ്പനി ബോട്ട് ബാക്കിൽ തന്നെ ഉണ്ട്. കാറ്റാണ് മെയിനായിട്ടുള്ളത്. മഴയൊന്നുമില്ല, കാറ്റാണ്. കാറ്റിനകത്താണ് ഞാൻ പറഞ്ഞിട്ടില്ലേ, കാറ്റ് വരുമ്പോഴാണ് നമ്മുടെ ഈ തിരമാലകളുടെ ഉയരം കൂടുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് ഇതൊന്നും അല്ല. ശരിക്കും പറയുന്നത് ഇതൊക്കെ വെറും സാമ്പിളാണെന്നാണ് പറയുന്നത്. കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോഴാണ് യഥാർത്ഥ കടലിൻ്റെ മുഖം നമുക്ക് കാണാൻ പറ്റുന്നതെന്നാണ് ഇവർ പറഞ്ഞത്. അതിനാണ് നമുക്ക് വേണ്ടത്. ഇത്ര നാളും കടലിൻ്റെ നല്ലൊരു മുഖമുള്ള ഞാൻ കാണിച്ചു തന്നിരുന്നത്. ഈ പ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വെറൈറ്റി, എന്താ പറയുക, ഏറ്റവും അഗ്രസീവായിട്ടുള്ള ഒരു ഫേസ് നമുക്ക് കടലിനെ കാണാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. റിസ്ക്കാണ്. അതിൻ്റെ ഒപ്പം തന്നെ നോക്കി കണ്ടൊക്കെ നിൽക്കണം, അല്ലെങ്കിൽ തിരിച്ച് കടലിൽ പോകും. നമ്മളെ അവിടെ ഒരു തിമ്മിങ്കലത്തിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഗിൽനെറ്റ് ബോട്ടിലാണ് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ആശാനവിടെ വെള്ളം ചുറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാണാൻ പറ്റുമോ നോക്ക്. കണ്ട 2-3 തവണ പുള്ളിക്കാരൻ ഇങ്ങനെ സ്പ്രേ ചെയ്യണ്ടായി. പിന്നെ ആളെ കണ്ടില്ല. ചെറുതായിട്ടൊന്ന് മുതുകി ഇങ്ങനെ മറിയണ പോലെ കണ്ടിട്ട, വേറൊന്നും കണ്ടില്ല. ബോട്ട് അടുത്തേക്ക് എടുക്കാൻ പറഞ്ഞെന്നുണ്ടെങ്കിലും ആളവിടെ നിന്ന് അപ്പം തന്നെ വിട്ടിളഞ്ഞിട്ട. ഇന്നലെ രാത്രി 12 മണിക്ക് ഓടാനായിട്ട് തുടങ്ങിയ ബോട്ടാണ്. രാവിലെ അല്ല, ഉച്ചക്ക് 2 മണി കഴിഞ്ഞിട്ടാ നമ്മളത് ഉച്ചക്കലത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് പോയിണ്. ബോട്ട് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ വലയിടണ സ്ഥലത്തെത്തും. അപ്പം ഞാൻ പറഞ്ഞില്ലേ മുന്നേ, മുട്ടയാണ് നമുക്ക് മീൻ കിട്ടണവരെ നമ്മുടെ മെയിൻ ഐറ്റോട്ടാ. അങ്ങനെ മുട്ട പൊട്ടിച്ച് ഓരോ ആൾക്കാർക്ക് വേണ്ട രീതിയിലുള്ള സാധനങ്ങൾ നമ്മുടെ നാഗരാജണ്ണൻ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കേണ്ട. ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സൈഡായിട്ട് രസം ഉണ്ട് കേട്ടോ.
വലയിടാനുള്ള സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ട സീസൺ ടൈമിൽ ഇങ്ങനെയാണ്, അധികം ഓട്ടോ ഒന്നും ഉണ്ടാവില്ല. എല്ലാത്ത സമയങ്ങളിലും 4-5 ദിവസമൊക്കെ രാവും പകലുമില്ലാതെ ഓടിയാണ് നമ്മൾ വലയിടുന്ന സ്ഥലത്തേക്ക് എത്തുന്നത്. പക്ഷേ സീസൺ ടൈമിൽ കരയുന്ന ഏകദേശം ഇപ്പം 100 മൈൽ മാത്രമേ നമ്മൾ വന്നിട്ടുള്ളൂ. ഇന്ന് വൈകിട്ട് തന്നെ നമ്മൾ കടലിലേക്ക് വല തട്ടോട്ടെ. അപ്പോൾ അതെ ഇവിടെ ബോട്ട് പാരച്ചൂട്ട് ഇട്ട് കിടക്കുന്നു. പാരച്ചൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1500 ഭാഗോളം വെള്ളമുണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ആങ്കർ എത്താത്തതിൻ്റെ പേരിൽ ഉപയോഗിക്കുന്ന ഒരു സി ആങ്കറാണ് നമ്മുടെ പാരച്ചൂട്ട് എന്ന് പറയുന്നത്. ഇടക്കിടക്ക് മഴ വന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഴയല്ല പ്രശ്നക്കാരൻ, കാറ്റാണ്. കാറ്റ് വന്നു കഴിഞ്ഞാലാണ് ഞാൻ മുന്നേ പലതവണ പറഞ്ഞിട്ടുണ്ട്, കാറ്റ് വന്നു കഴിഞ്ഞാൽ തിരമാലകളുടെ ഉയരമെല്ലാം കൂടെ. മഴ പെയ്യാൻ നേരത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, പേടിപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു വെതറായിട്ട് മാറും. കാരണം ഇങ്ങനെ ആകെ ഇരുണ്ട്, ആകെ ഭയാനകമായിട്ടുള്ളൊരു ഇതായിരിക്കുള്ളൂ നമുക്ക് മഴ പെയ്യാൻ നേരത്തിട്ട. തൊട്ടടുത്തുള്ള കപ്പലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കിട്ടൂല, കാരണം ഇങ്ങനെ മൂടി കെട്ടിയായിരിക്കുള്ളൂ നിൽക്കുന്നത്. അപ്പോൾ അതേ കടലിൽ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കുള്ളൂ. നല്ല രസമാണ് കാണാനായിട്ട്. എല്ലാവരും ഈ ലൗസിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ വലയിടുന്ന സമയം വരെയൊക്കെ റെസ്റ്റാണ്. ഇന്നോട്ട് ആട്ടം ആരംഭിക്കാനുള്ള, ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണ്. ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫോണിൽ റേഞ്ചൊന്നുമില്ല, സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ മുകളിലും കിടക്കുക, അടിയിലും കിടക്കുക കേട്ടോ. അതൊക്കെയാണ് ഞങ്ങൾക്ക് കിടക്കാനായിട്ടുള്ള സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ. സമയം 3:30 കഴിഞ്ഞ് 1 നോട്ടിക്കൽ മൈൽ നമ്മൾ മാറിയിട്ട് വല കടലിലേക്ക് തട്ടോട്ടെ. അപ്പോൾ ഇവിടെ കളറ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്പ്രൈറ്റ്, പെപ്സി, 7up, മിറൻഡ അതിൻ്റെയൊക്കെ ചെറിയ 10ന്റെ ബോട്ടിൽസ് ഉണ്ടാവും. അത് നമുക്ക് ഈ ചൂടത്ത് കഴിക്കാനായിട്ടാണ്. അതൊരു 3-4 കേസ് നമ്മുടെ ബോട്ടിൻ്റെ സ്റ്റോർ റൂമിൽ നല്ല സേഫ് ആയിട്ടിരിക്കുന്നുണ്ടാവും. സോ നമ്മുടെ വല നേരെ കടലിലേക്ക് തട്ടിയിട. ഇനി ഈ വലയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടാലോ. പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും അറിയാത്തവരുണ്ടാവും. ഒന്നുകൂടിയും പറയാണ്, ഇതാണ് പരുവല എന്ന് പറയൂട്ട, അല്ലെങ്കിൽ ഗിൽനെറ്റ് എന്ന് പറയും. അപ്പോൾ ഈ സംഭവം നേരെ കടലിലേക്ക് ഇപ്പം എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ബോട്ടിനകത്ത് ഏകദേശം 9 കട്ടാപ്പ് ഉണ്ട്. 9 കട്ടാപ്പ്, അതായത് 9 സെറ്റ് വലയുണ്ട്. ഓരോ സെറ്റ് വലയുടെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1.4 നോട്ടിക്കൽ മൈലാണ്. കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നേരത്ത് 2 കിലോമീറ്ററിന് മുകളിൽ ഏകദേശം ഒരു 2.5 കിലോമീറ്ററിന് അടുക്കുണ്ട് ഒരു വലയുടെ നീളം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓരോ വലയുടെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഇതുപോലെ കൊടിക്കമ്പ് കെട്ടി നമ്മൾ ഇടോട്ട. അതിൽ ഏതെങ്കിലും ഒരു കൊടിക്കമ്പിനകത്ത് ഈ കാണുന്ന AS അല്ലെങ്കിൽ റഡാറ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വല എവിടെയാണ് കിടക്കണതെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ GPS-നകത്ത് നോക്കാൻ നേരത്ത് നമുക്കറിയാൻ പറ്റും. അതുമാത്രമല്ല, വല ഇവിടെ കിടക്കണമെന്ന് മറ്റുള്ള കപ്പലുകൾക്കും അറിയാനും അതുപോലെ ബോട്ടുകൾക്ക് അറിയാനും വേണ്ടിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വല ഡാമേജ് ആയി പോകട്ടെ. അപ്പോൾ ഇതെല്ലാം കെട്ടി നമ്മുടെ കൊടിക്കമ്പ് നേരെ വെള്ളത്തിലേക്ക് ഇടും, ഓരോ വലയുടെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും. വല ഇളക്കണ സമയത്ത് RPM വെക്കൊന്നുമില്ല, ജസ്റ്റ് ഗിയർ ഫോർവേഡ് ഇടും, പിന്നെ ന്യൂട്രാക്കും, ഫോർവേഡ് ഇടും, ന്യൂട്രാക്കും. അത് നമ്മുടെ സ്പീഡിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇത് വല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബോട്ടിൻ്റെ അടുത്ത് ഇവിടെ ഒരു കപ്പൽ കൊണ്ടിട്ട് ഓക്കെ വേണ്ട പേര് ഓക്സ്റ്റല്ല കപ്പലിൻ്റെ പേരാണ്ട. അപ്പൊ ഇങ്ങനെയുള്ള ബോട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ GPS തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് ഈ കപ്പലൊക്കെ അടുത്ത് എവിടെ പോകാൻ നേരത്ത് GPS-നകത്ത് കാണിക്കുക, അലാറം അടിക്കും. GPS-നകത്ത് കറക്റ്റ് ആയിട്ട് അതിന്റെ പേര് കാണിക്കണ്ടാവും. ഞാൻ കാണിച്ചിട്ടുണ്ട്. GPS-ല് കപ്പലിന്റെ പേരാണ്. നമ്മുടെ കപ്പല് പോണത് നമ്മുടെ GPS-നകത്ത് കാണിക്കണണ്ട. അടുത്ത് എവിടെ പോകണമെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതിനത് തൊട്ടടുത്തെത്തി. ചെറിയ കപ്പലാണ്ട. ൊക്കെ നമ്മൾ വിചാരിക്കണ പോലെയല്ല. ഓപ്പൺ സീയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ പറപ്പിക്കലാണ്. പറപ്പിക്കൽ എന്ന് വെച്ചാൽ ഏകദേശം 16, 17, 18, 20 അടിച്ചു വരാൻ പോകട്ടെ. ഇപ്പം നമ്മുടെ ഓപ്പോസിറ്റ് പോയ കപ്പലില്ലേ, അത് 12.5 നോട്ടിക്കൽ മൈൽ സ്പീഡിലാണ് പോയത്. സാധനം പോയി കളഞ്ഞ് ജെറ്റിട്ട് ആണല്ല പോണു.
ഒരു ആളെ രണ്ടുപേരാന്നല്ല ഈ കാണുന്ന വല മൊത്തം ഇളക്കണ്. ഓരോരോ സെറ്റായിട്ട് ഇങ്ങനെ ഓരോരോ കെട്ടാപ്പ് ഉണ്ടാവും. ഇത്ര കെട്ടാപ്പ് ഞാൻ ഇളക്കും, ഇത്ര കെട്ടാപ്പ് നീ ഇളക്കും. അങ്ങനെ ഇവർ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവും. അങ്ങനെ മാറി മാറി മാറിയാണ്ട നമ്മുടെ 8 സെറ്റ് വലയോളം ഇവർ കടലിലേക്ക് ഇടുന്നു. മഴക്കാരിങ്ങനെ നിൽക്കണതിൻ്റെ പേരിലാണ്. അല്ലെങ്കിൽ നല്ലൊരു സൺസെറ്റ് കാണാമായിരുന്നു. ഇതേ നാഗരാജണ്ണൻ ഇവിടെ കിച്ചണിൽ നമുക്ക് രാത്രിയിലത്തേക്ക് വേണ്ട ഭക്ഷണം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് എന്താണ് കഴിക്കാനെന്നറിയില്ല. പച്ചക്കറിയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ രസം തന്നെയാണെന്നാണ് തോന്നണത്. അപ്പം എന്തായാലും നോക്കാം. നാളെ തൊട്ട് നല്ല അടിപൊളി മീൻ ചുക്കയൊക്കെ കുട്ടി ഒരു പിടുത്തം പിടിക്കാല്ല. പിന്നെ ഇതിൽ വിഷമമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഗ്യാങ്ങുകളെല്ലാം പോയി. നൻപനും അതുപോലെ കുറച്ച് നാഗരാജണ്ണൻ, അങ്ങനെ സാരോ 2-3 പേര് ജാക്സൺ അണ്ണനൊക്കെയാണ് ഈ ബോട്ടിൽ ഇപ്പോഴുള്ളത്. നമ്മുടെ ആൽബർട്ടും പിന്നെ രമേശണ്ണൻ അങ്ങനെയുള്ള ആളുകളൊക്കെ വേറെ വേറെ ബോട്ടിൽ പോയിട്ടാ. ആൽബർട്ട് വേറെ ബോട്ടിൽ പോയി, രമേശണ്ണൻ നമ്മുടെ ഈ ചെറിയ ബോട്ടിൽ തന്നെ, നമ്മുടെ കമ്പനി ബോട്ടിൻ്റെ ചെറിയ ബോട്ടിൽ തന്നെ സെക്കൻഡ് ഡ്രൈവറായിട്ട് കയറിയിട്ടാ. വല ഇളക്കി ഇളക്കി ഏകദേശം ഒരു 8 സെറ്റ് വലയോളമായിട്ട് ഇപ്പം ഇളക്കണത്. നമ്മുടെ ലാസ്റ്റ് കട്ടാപ്പാണ് ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പാരച്ചൂട്ട് കടലിലേക്ക് ഇടോട്ടെ. റഫ് ടൈം അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ വലയിൽ തന്നെ കെട്ടി വലിഞ്ഞാണ് കിടക്കാറുള്ളത്. പക്ഷെ ഇപ്പോൾ റഫായതിൻ്റെ പേരിൽ കാറ്റ് നല്ല രീതിയിലുണ്ടാവും. ബോട്ടിനെ വലിച്ചങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളത് പാരച്ചൂട്ട് വെള്ളത്തിലേക്ക് ഇട്ടിട്ടാ. പാരച്ചൂട്ടിന് വെള്ളം പിടിച്ചിങ്ങനെ വലിഞ്ഞ് 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 ഇങ്ങനെ ഒരു കൊട പോലെ വലുതായി ഇങ്ങനെ വെള്ളത്തിനെ താങ്ങി നിർത്തും. അപ്പോൾ നമ്മുടെ ബോട്ട് സാധാരണ ഒഴുകിപ്പോണേലും സ്പീഡ് കുറച്ചായിരിക്കും ഇങ്ങനെ ഒഴുകിപ്പോകും. വല ഇട്ട് കഴിഞ്ഞാൽ നേരെ ജനറേറ്റർ ഓൺ ആകും. ജനറേറ്റർ ഓൺ ആക്കിയിട്ട് നമ്മുടെ എൻജിൻ കള്ളിയിലുള്ള വെള്ളം പുറത്തേക്ക് അടിച്ചളയോട്ടെ. അതായത് പങ്ക കറങ്ങുമ്പോൾ അതിൻ്റെ ആ ഒരു ഷാഫ്റ്റിൻ്റെ ഇടയിൽ, അതായത് ഗ്ലാൻഡിൻ്റെ ഇടയിൽ കൂടെ വെള്ളം ബോട്ടിൻ്റെ എൻജിൻ റൂമിലേക്ക് വരും. അപ്പോൾ അത് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് പുറത്തടിച്ചളയും. അപ്പോൾ അത് രാത്രി കഴിക്കാനായിട്ട് ചോറും അതുപോലെ തന്നെ രസവും പിന്നെ സാധാരണ പോലെ തന്നെ മുട്ടപ്പൊരിയിലുമാണ്. ഇന്നൊരു ദിവസവും കൂടി ഉള്ളൂ. നാളെ നമുക്ക് നല്ല മീൻകറിയൊക്കെ കൂട്ടി കഴിക്കാം. അപ്പൊ ഇന്നെന്തായാലും രാത്രി ഇത് കഴിച്ചിട്ട് നേരെ കിടന്നുറങ്ങാം. വലയൊക്കെ ഇളക്കി കഴിഞ്ഞ് രാത്രിയിലത്തെ ഫുഡ് കഴിക്കുകയാണ്. രസവും അതുപോലെ മുട്ട വറുത്തുമുണ്ട്. ഇനി രാത്രി ഒരു 10 മണി 11 മണി വരെ നമ്മൾ വല പിടിക്കും. വല പിടിക്കുമ്പോൾ നമുക്ക് ആ ഒരു കാഴ്ചകളൊക്കെ കാണാം. നല്ല കാറ്റുണ്ട്. ഓക്കെ, പാരച്ചൂട്ട് ഇട്ടിട്ട് 0.7 നോട്ട്സിൽ നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല 12.5 നോട്ടിക്കൽ മൈലുണ്ട്. നമ്മുടെ വലയുടെ നീളം ഏകദേശം 24 കിലോമീറ്റർ. 1000 ഭാഗം വെള്ളം. ആണ്ടവർ 1 നെറ്റ് കിടക്കണ്ട. അതുപോലെ വേറെ വേറെ ബോട്ടുകളുടെ നെറ്റ് കിടക്കണ്ട. എല്ലാം GPS കാണട്ടെ. 10 മണിയായപ്പോഴേക്കും നമ്മൾ വല പിടിക്കാനായിട്ട് തുടങ്ങി. കടലിലേക്ക് വല ഇളക്കണ പോലെ അത്ര എളുപ്പമല്ല വല പിടിച്ചു കയറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീനിലാണ്, അതായത് നമ്മുടെ വീഞ്ചിലാണ് വല വന്നത്. പക്ഷേ ഈ ഇടയിൽ മീൻ വരാൻ നേരത്ത് ചിലപ്പോൾ തട്ടിക്കടലിൽ പോയി കഴിഞ്ഞാൽ കടലിൽ ചാടണം. ചില വലിയ മീനുകൾ വരുമ്പോൾ കപ്പിയിലടിച്ച് തരണം. അപ്പൊ ഈ മീൻ മൊത്തത്തിൽ എടുക്കാൻ നേരത്ത് സമയം എങ്ങനെ പോയി കഴിഞ്ഞാലും രാവിലെ ആവും. നമ്മൾ വല എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഈ ഓരോരോ സെറ്റ് വലകളും ചിലത് നല്ല രീതിയിൽ വരാം, ചിലപ്പോൾ പിരിഞ്ഞു വരാം. ചിലപ്പോൾ ഈ തെരണ്ടികളൊക്കെ കയറി കഴിയുമ്പോൾ വലഞ്ഞ കറക്കി കളയും. അപ്പൊ ഇങ്ങനെ പിരിഞ്ഞു പോവും. അങ്ങനെയും കുറെ പ്രശ്നങ്ങൾ ഇതിന്റെ പുറകിലുണ്ട്. അതേ ഒരു ചെറിയ ചൂര നമുക്ക് വന്നിട്ടുണ്ട്. കുടുത നമുക്ക് സാധാരണ ബുള്ളറ്റ് അല്ല കേട്ടോ വന്നേക്കണ്. വേറൊരു സൈസാണ് ഇപ്പൊ വന്നേക്കണത്. നിലവിൽ കേരയും കിട്ടുമെന്ന് പറയുന്നുണ്ട് ഈ സമയത്ത്. ஆரம்பத்தின் முதல் டுனோ பீஸ் ஆனா பொடுசா இருக்கு. பாப்போம் நிறைய வருதானு. ഫസ്റ്റ് വലിയ മീൻ തെരണ്ടി കണ്ട വന്നേക്കണത്. ഇനിയുള്ള ചടങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ വലയിൽ നിന്ന് ഇതിനെ ഉടക്ക് മാറ്റി പുറത്തേക്ക് എടുക്കണം. ജീവനോടെ വന്നതിൻ്റെ പേരിൽ ഇതിൻ്റെ ചിറകിട്ടടിക്കും. അത് മാത്രമല്ല ഇതിൻ്റെ മുള്ളു കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് അത്ര വിഷയം കേട്ടോ. സത്യത്തിൽ ഈ മീനിൻ്റെ ഒച്ച കേൾക്കുമ്പോഴും ഇതിൻ്റെ ഈ പരാക്രമം കാണുമ്പോഴും നമുക്ക് വിഷമാകും. അതും ഒരു ജീവനാണല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത് നോക്കിയിട്ട് കാര്യമില്ല. നമുക്കെടുത്ത് വെള്ളത്തിൽ കളയാൻ പറ്റൂല. ഇവന്മാര് പിടിച്ച് എണ്ണത്തിലൊക്കെ മീൻ പിടിക്കണതൊക്കെ മീൻ ഉപദ്രവിക്കുമ്പോഴാണ് നമുക്ക് ദേഷ്യം വന്നത്. ചില ആളുകളുണ്ട് മീന് ഉപദ്രവിക്കണത്.
നമ്മുടെ കമ്പനി ബോട്ടിന്റെ വലയുടെ അടുത്തേക്ക് കൂടി ഒരു ഷിപ്പ് ഓടി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരാൻ നേരത്ത് നമ്മൾ ക്യാപ്റ്റനെ വിളിച്ച് കാര്യം പറയും. ഇത്ര കോമ്പസിൽ ഞങ്ങളുടെ വല കിടക്കുന്നുണ്ടെന്ന് പറയും. അവർക്ക് അവിടെ കാണാൻ പറ്റുന്നത് സർക്കിളിന്റെ ഉള്ള റെഡ് കളർ ഉണ്ടാ, അത് കപ്പലുണ്ടാ, മാസ്കിന്റെ കപ്പലാണ് മാസ്കിന്റെ. അപ്പൊ ഇത് നമ്മുടെ വലയുടെ ആണ്ടവർ എന്ന് പറയുന്ന വലയുടെ നേരെയാണ് ഓടി വന്നത്. അപ്പൊ ക്യാപ്റ്റനോട് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലവര് മാറ്റിത്തരും, ചിലവര് വല കണ്ടിച്ച് രണ്ടാക്കിയിട്ട് പോകട്ടെ. അതേ പോണേണ് കപ്പല് കണ്ട, കപ്പലാണ് ആ കാണണേട്ടാ. കപ്പല് രാത്രി ഇങ്ങനെ ഇരിക്കുള്ളൂ പോണത്. 2 ലൈറ്റും പിന്നെ ഒരു സിഗ്നൽ ലൈറ്റ് ഇടുള്ളൂ, വേറെ ഒരൊറ്റ ലൈറ്റും ഉണ്ടാവൂല. എന്തെങ്കിലും കംപ്ലൈന്റ് ആണെങ്കിൽ മാത്രമേ മൊത്തം ലൈറ്റൊക്കെ കത്തിച്ചിടുള്ളൂ. അല്ലെങ്കിൽ ഇതേ ഈ കാണുന്ന 3 ലൈറ്റ് ഉണ്ടാവും, മണിയത്തൊരെണ്ണം, പിന്നെ അമരത്തൊരെണ്ണം, പിന്നെ നമ്മുടെ സിഗ്നലില്ലേ ഗ്രീനും റെഡും, അത്രയും ലൈറ്റേ കപ്പല് കടലിലിടോൾട്ടാ. അങ്ങനെ സമയം ഏകദേശം ഒരു 1 മണിയായപ്പോഴേക്കും നമ്മുടെ നാഗരാജണ്ണൻ കാപ്പിയായിട്ട് വന്ന് കാപ്പി കുടിച്ചിട്ട് എല്ലാവരെയും ഒന്ന് ഉഷാറാക്കാനായിട്ടാണ്. കാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ കട്ടൻ ചായനകത്ത് പാൽപ്പൊടി മിക്സ് ചെയ്ത് കൊണ്ടുവന്ന സൂപ്പർ കാപ്പി, നല്ല ടേസ്റ്റ് ആയിരുന്നു. മീനിപ്പോ കുറവായതിന്റെ പേരിലാണ് നമുക്ക് ഈ കാപ്പി കുടിക്കാനുള്ള സമയം കിട്ടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നെറ്റിൽ നിന്ന് നമുക്ക് മീൻ എടുക്കാനുള്ള സമയം പോലും കിട്ടൂലട്ടാ. അടുത്ത സെറ്റ് വലട ബോയ് ഉണ്ട് ഈ പോണത്, ഇതേ കൊടിക്കം പോണുണ്ട്. അത് നമ്മ നേരെ വലിച്ച് വീഞ്ചിലെടുക്കുന്നു ആ റോപ്പ്. അതിനുശേഷം നമ്മ വല പിടിച്ചു തുടങ്ങൂട്ടെ. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഗിൽനെറ്റ് ബോട്ടിലെ വല വൈകുന്നേര സമയങ്ങളിൽ ഇടണേന്ന് അറിയോ, രാത്രി എടുക്കുകയും ചെയ്യണം എന്തിനാണെന്നറിയോ? സാധാരണ ഈ ഡീപ് സീയിലേക്ക് വരാൻ നേരത്ത് രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടായിരിക്കുള്ളൂ വെള്ളം, കടലിലെ വെള്ളത്തിനറിയല്ല, നല്ല ചൂടായിരിക്കുള്ളൂ. അപ്പൊ ഈ വലിയ വലിയ മീനുകളൊക്കെ ഏകദേശം ഒരു ലിമിറ്റ് കഴിഞ്ഞ് അടിയിലേക്ക് പോകും. അപ്പൊ നമുക്ക് ഈ ഗിൽനെറ്റ് ബോട്ടിന്റെ വലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നീളമാണ് ഇതിന്റെ 12 നോട്ടിക്കലുള്ളത്. ഇതിന്റെ വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 8 ആള് പൊക്കുള്ളൂ ഇതിന്റെ വീതി. നമ്മ നിൽക്കണ കടലിന്റെ ആഴമുണ്ട് ഏകദേശം 1000 ഭാഗോളം, അതായത് 1000 ആളുകൾ മുകളിൽ നിൽക്കുമ്പോഴുള്ള ഹൈറ്റാണ് നമ്മ നിൽക്കണ കടലിന്റെ ആഴം. ഇവിടെ നമ്മ വലയിടുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ആള് ഹൈറ്റിലുള്ള വലയുടെ വീതിയെ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഈ മീനുകൾ രാവിലെ സമയങ്ങളിൽ വെയിൽ കാരണം അടിയിലേക്ക് പോകുന്ന നേരത്ത് ഈ വലയിട്ടിട്ട് കാര്യമില്ല, കാരണം മീനൊന്നും പെടൂല. അതേസമയം ഈ വൈകുന്നേര സമയത്ത്, അതായത് ഈ രാത്രി സമയങ്ങളിൽ ഈ മീനുകൾ ഈ ചൂട് മാറിക്കഴിയുമ്പോൾ തണുക്കുമ്പോൾ മുകളിലേക്ക് വരും. അതായത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ ചൂര, പിന്നെ ഈ തെരണ്ടി, പിന്നെ നമ്മുടെ ഈ കട്ടക്കൊമ്പൻ, ഓലക്കൊടിയൻ, പന്നിക്കോലാൻ, അങ്ങനത്തെ മീനുകളൊക്കെ കുറച്ച് മേലെ വരും. അങ്ങനെ മേലെ പോയി സഞ്ചരിക്കാൻ നേരത്താണ് നമ്മുടെ ഈ വലയിൽ കുടുങ്ങുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വൈകുന്നേരങ്ങളിൽ വല കൂടുതലെന്നല്ല എപ്പോഴും വൈകുന്നേരങ്ങളിലെ വല ഇടുള്ളൂ. പിന്നെ അത് മാത്രമല്ല, കാറ്റും കോളുള്ള സ്ഥലത്ത് പോയിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഈ വല ഇടില്ല, കാരണം വല പിരിഞ്ഞ് കംപ്ലീറ്റ് ചുറ്റിയായിരിക്കുള്ളൂ തന്നെ. ഇനിയിപ്പോ നമ്മ വലയിട്ട സമയത്ത് കാറ്റും കോളും ഇല്ല, വല എടുക്കുന്ന സമയത്ത് കാറ്റും കോളും വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. എന്തൊക്കെ സംഭവിച്ചാലോ വലക്ക് ഏറ്റാണ്ട് നമുക്ക് വരാൻ പറ്റില്ല, കാരണം ഏറ്റാതെ വന്നു കഴിഞ്ഞാൽ അത്രയും നഷ്ടമായിരിക്കുള്ളൂ നമുക്ക്. അതേ ഒരു സ്രാവ് വന്നിട്ടാ വലയിൽ കണ്ട, സ്രാവ് ഒരു തെരണ്ടി വലയിന്ന് തട്ടിപ്പോയട്ടാ. പക്ഷെ രക്ഷപ്പെട്ടെന്നാണ് ഞാനും വിചാരിച്ചത്. എവിടെ ഓടിച്ചെന്ന് വീണ്ടും വലയിലേക്ക് തന്നെയാണ് കയറിയത്. ദേ പൊക്കി ബോട്ടിലേക്ക് ഇട്ടിട്ടുണ്ട് കണ്ട. കമ്മ്യൂണിക്കേഷൻസ് എല്ലാം കടലിൽ കിടക്കണത് വയർലെസ്സിലൂടെയാണ്. കപ്പല് അതുപോലെ കോസ്റ്റ് ഗാർഡുകൾക്കൊക്കെ വേണ്ടി മാത്രം ഒരു ചാനലുണ്ട്, അതിലായിരിക്കുള്ളൂ നമ്മൾ കപ്പലിനേക്ക് വിളിക്കണത്. കോൾ നമ്പർ നമുക്ക് ഈ GPS അത് നോക്കാൻ നേരത്ത് കാണാൻ പറ്റൂട്ടെ. അങ്ങനെ അടുത്ത സെറ്റ് വല എടുക്കാൻ ഓടിപ്പോയാണ്. ഇതിലെത്ര പേർക്ക് കാറ്റിന്റെ ശബ്ദം നല്ല ക്ലിയർ ആയിട്ട് കിട്ടണമെന്ന് അറിയില്ല. ഹെഡ്സെറ്റ് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിട്ടോട്ടെ. നല്ല കാറ്റായിരുന്നു. അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏകദേശം ഒരു 2-3 സെറ്റ് വലയും കൂടി നമുക്ക് എടുക്കാനുണ്ട്. സമയം ഒരു 4-5 മണിയായിട്ട്. നേരം പരവരാന്നും പറഞ്ഞ് ഇങ്ങനെ വെളുത്തു വന്നിട്ട് കടലിൽ പെട്ടെന്ന് നേരം നമുക്ക് വെട്ടം വരും. അതായത് ഒരു 5 മണി 5:30 ആകുമ്പോഴേക്കും വെട്ടം വരും. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാരിക്കണതിന്റെ പേരിലാണ്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആനെ. അത് മാത്രമല്ല കാറ്റുണ്ടിട്ട നല്ല രീതിയിൽ.
കാറ്റുള്ളതിന്റെ പേരിൽ കടലിന്റെ സ്വഭാവത്തിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പിടിച്ച മീനുകൾ ഓരോന്നോരോന്നായിട്ട് സ്റ്റോർ റൂമിലേക്ക് ഇറക്കി വെക്കേണ്ട ഒരു കോലാൻ വന്നിട്ടുണ്ട്. കോലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കട്ടക്കൊമ്പൻ, ബ്ലാക്ക് മാർലിൻ, ബ്ലൂ മാർലിൻ എന്നൊക്കെ പറയും. അതുപോലെ തെരണ്ടി, 3-4 തെരണ്ടി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ചൂരയുമാണ് കിട്ടിയാണ്. ഇതിനെ നേരെ സ്റ്റോർ റൂമിലേക്ക് ഇറക്കണം. ഞാൻ മുന്നേ പറഞ്ഞില്ല, ഈ തെരണ്ടി വന്നു കഴിഞ്ഞാലും അതുപോലെ നമുക്ക് ഈ വെള്ളത്തിന്റെ നീരോട്ടം കൂടി കഴിഞ്ഞാലും വല ഈ മുറുകി അരികളോ തന്നെ. അതെ, അണിയത്ത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇട്ടുന്നുണ്ട്. ഇഷ്ടം പോലെ വല ഇങ്ങനെ മുറുകി കിടക്കുകയാണ്. അത് തെരണ്ടി വന്നിട്ടാണ്, വെള്ളത്തിന്റെ നീരോട്ടം കൊണ്ടല്ല. അപ്പൊ ഈ വല ശരിക്കും കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പണി കഴിയുമ്പോൾ തന്നെ നമ്മ എല്ലാം റെഡിയാക്കി എടുത്തിട്ടായിരിക്കുള്ളൂ നമ്മ ഇന്ന് തന്നെ അടുത്ത വല ഇടണം കേട്ടോ. അപ്പോൾ അതേ നൻപനും അതുപോലെ നമ്മുടെ കാർത്തിയും കൂടി ഇരുന്ന് വല പിടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. ബാക്കിയുള്ളവർ മടവലയും മേവലയും സെറ്റ് ചെയ്യേണ്ട, അതുപോലെ ബോയും കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പേര് മീൻ സ്റ്റോറിലേക്ക് ഇറക്കുന്നുണ്ട്. അതുമാത്രമല്ല ഇവിടെയും അതുപോലെ ആ സൈഡിലും വല കുറച്ച് പെരണ്ട് വന്നിട്ടുണ്ട്. അടുത്തേതോ മീൻ വന്നിട്ടുണ്ട്. നമുക്ക് വീഞ്ചിലടിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ വല പുറത്തേക്ക് എടുത്തിട്ട് സൈഡിൽ കൂടെ കൊണ്ടുവന്നിട്ട് ഒന്നില്ലെങ്കിൽ മണ്ടൂക്ക് വെച്ച് പൊക്കി കയറ്റും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കപ്പിയിലടിക്കോട്ടെ. എന്ത് മീനാണെന്ന് നോക്കാം. തെരണ്ടിയാണ്. റഫ് ടൈമിൽ എങ്ങനെയാണ് ഒരുപാട് മീനുകൾ തട്ടി രക്ഷപ്പെട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലതേ ഇതുപോലെ കിടക്കിയിരിക്കുള്ളൂ. ഇതുപോലെ കിടക്കാൻ നേരത്തായിരിക്കുള്ളൂ ഒരു തിര വന്ന് നമ്മളെ ബോട്ടിനെ പൊക്കി കഴിയുമ്പോൾ വലിയും അങ്ങോട്ട് വലിയുമ്പോൾ ഈ മീനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ടി അതിൻ്റെ അടിയിൽ നിന്ന് നേരെ രക്ഷപ്പെട്ട് അങ്ങോട്ട് പോകും. നേരത്തെ ഒരു തെരണ്ടി കയറി വന്ന് അത് നമുക്ക് വീഞ്ചിലടിക്കാവുന്നതിലും വെയിറ്റ് ആയതിൻ്റെ പേരിലാണ് അത് തട്ടിപ്പോയത്. പക്ഷെ ഭാഗ്യത്തിനത് നേരെ നമ്മുടെ വലയിനകത്ത് തന്നെ വന്ന് കയറിയിട്ടാ. അപ്പൊ ഇതിനെങ്ങനെയാണ് പൊക്കിക്കയറ്റണേ നമുക്കൊന്ന് കാണാം. വലിയ മീനുകൾ പെടാൻ നേരത്തെ ഇതുപോലെ ഉണ്ട് പൊക്കിക്കയറ്റണത്. ഇനിയിപ്പോൾ ഇതുപോലെ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡിലൊരു കപ്പിയുണ്ട്, ആ കപ്പിയിൽ അടിച്ച് കയറ്റോട്ടെ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ബോട്ടിലേക്ക് കയറ്റണേന്ന് കണ്ടാല. ഫൈറ്റാണ്, ജീവനുള്ള സാധനമുള്ള. കടലിന്റെ മറ്റൊരു മുഖം കാണിക്കാൻ വന്നിട്ട് വലിയ രീതിയിൽ കാറ്റൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ അത് ചെറിയ രീതിയിൽ ബോട്ടിങ്ങിന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടും. നോക്കാം നമുക്ക്, എന്തായാലും സമയം നീണ്ടല്ല. അങ്ങനെ ഒരു ആമക്കുട്ടം വന്നിട്ട് നമ്മുടെ വലയിനകത്ത് ഇതിനെ ബീഞ്ചിലടിക്കാൻ നോക്കിയിട്ട് ഇങ്ങോട്ടും നില്ലാണ്ട് നിൽക്കേണ്ട. അങ്ങനെ ഒരു കണക്കിന് അവസാനം ആശാനടിച്ച് ബോട്ടിലേക്ക് നമ്മൾ ഇട്ടട്ടെ. ഇതിനെ നമുക്ക് ഈ വീഞ്ചിലൂടെ മാത്രമേ ബോട്ടിലേക്ക് കയറ്റാൻ പറ്റൂ, അല്ലാണ്ട് മണ്ടൂക്ക് കുത്തിയ കപ്പി അടിച്ചൊന്നും കയറ്റാൻ പറ്റില്ല. കാരണം ഇതിന്റെ തോട് അത്രക്ക് സ്ട്രോങ് ആണ്. അത് മാത്രമല്ല ഇങ്ങനെ വീണെന്നും പറഞ്ഞ് ഇതിന്റെ തോടിനൊന്നും പറ്റൂല കേട്ടോ. സൈഡിൽ ചോര കിടക്കണത് ആമയുടെ അല്ല, നമ്മളെ തെരണ്ടിയുടെ കുടലെടുത്തതിൻ്റെ ഉണ്ട്. അപ്പൊ ആമനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ വലയിൽ നിർത്തിട്ട് നേരെ കടലിലേക്ക് വിടുകയാണ് ചെയ്യണം. അതേ പോണണ്ട, അതേ ആള് വിട്ടുകളഞ്ഞിട്ടാ. സമയം 8 മണി കഴിഞ്ഞിട്ടാ. മഴക്കാരുള്ളതിന്റെ പേരിലാണ് അന്തരീക്ഷം ഇങ്ങനെ മങ്ങി നിൽക്കണേട്ടാ. രാവിലത്തേക്കുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള മീൻ എടുത്തിട്ട. ഇതാണ് നമ്മുടെ കേര. ഇവര് ഊമക്കുട്ടാന്ന് പറയൂട്ടാ. കേരനെ ചെറുതിനെ ഇവര് ഊമക്കുട്ടാന്നാണ് പറയണത്. അപ്പൊ ഊമക്കുട്ട എടുത്തിട്ട് നാഗരാജെണ്ണം പോയിട്ട് നല്ല കിടിലൻ ചുക്ക് ഉണ്ടാക്കാൻ പോയിണ്. ബോട്ട് കിടന്ന് ചെറിയ നോക്കി ഊഞ്ഞാലടണ പോലെ ആടണം. അതെ, തിരക്ക് ഓപ്പോസിറ്റ് പോയിട്ടാണ് ഇങ്ങനെ ഇടന്ന് ആടിക്കൊണ്ടിരിക്കണേട്ടാ. ഈ ചുക്കെന്ന് പറയുന്ന സാധനം കഴിക്കാനായിട്ട് ഞാനിങ്ങനെ കാത്തിരിക്കുന്നു. ഈ ബോട്ടിൽ വരാൻ നേരത്തെ എൻ്റെ പ്രിയപ്പെട്ട ഒരു ഐറ്റമാണ് ഈ ചുക്കേട്ടാ, ട്യൂണ ചുക്ക. അത് മീറ്റ് മാത്രം എടുത്തിട്ടുള്ള നല്ല അടിപൊളിയാണ്, മുള്ളൊന്നും ഉണ്ടാവൂല കേട്ടോ. അങ്ങനെ അതെന്തായാലും നമുക്ക് കാണാം. അതിനു മുമ്പേ നമുക്ക് കിട്ടിയ മീനുകളെല്ലാം സ്റ്റോർ റൂമിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഈ കാണുന്നത്. കട്ടക്കൊമ്പനൊക്കെ വന്നൊന്നാ രണ്ടാ. പന്നിക്കോലാനൊന്നും കാണാനേ കിട്ടണല്ലോ, ഒരു ചെറുത് വന്നിരുന്നിട്ടാ. അപ്പോൾ ഇത് ഏകദേശം എത്ര കിലോ വരുമെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.
അതുമാത്രമല്ല അന്നേരം, അതായത് നമ്മുടെ ഈ പറഞ്ഞ സീസൺ ഓഫ് ടൈമിൽ നമ്മൾ പോകാൻ നേരത്ത് ഇഷ്ടംപോലെ മീൻ പിടിച്ചായിരുന്നു. അത് ഏകദേശം ഒരു 19-16 ടൺ 16 ടൺ എന്തോ മീനുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ മീൻ വില കുറവായിരുന്നു. ഈ സമയത്ത് അത്രയും മീനില്ലെങ്കിൽ പോലും ഭയങ്കര വിലയാണ്. ചൂര കിലോ 110, അതുപോലെ ഈ 2 കിലോ 140 വിളിക്കണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ കിട്ടുന്ന ചൂര എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് ചൂരയാണ്. നമുക്ക് കിട്ടിയതല്ല, പല ബോട്ടുകാർക്കും കിട്ടിയത് 7 കിലോ വരെയും സൈസ് ഉണ്ടെന്നാണ് പറയുന്നത് ഒരു ചൂരയിട്ട. അതുകൊണ്ട് തന്നെ കുറച്ച് മീൻ പിടിച്ചാലും മീന് നല്ല വില കിട്ടും. എന്തായാലും എങ്ങനെയാണ് പണി പോണേന്ന് നമുക്ക് നോക്കാം. ദിവസങ്ങൾ ഇനിയും ഉണ്ടല്ലോ. അപ്പൊ അതെ, സൂര്യൻ ഇങ്ങനെ ജ്വലിച്ചു വരുന്നുണ്ട്. പുള്ളിക്കാരൻ അത്ര പ്രകാശവും ഇല്ലട്ടോ, കാരണം മഴക്കാരിങ്ങനെ ചുറ്റും നിൽക്കണതിന്റെ വല്ലേ ചെറിയ രീതിയിലാണ് ഇങ്ങനെ ജ്വലിച്ചിരിക്കണത്. പിന്നെ ഈ സീസൺ ടൈമിൽ ഫേസ് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ വലയിനകത്ത് ഇതുപോലെ പേനാച്ചൂര കയറുന്നത്. പേനാച്ചൂര എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊള്ളല്, കുട്ടിച്ചൂര എന്നൊക്കെ പറയും. ഇവൻ വന്നു കഴിഞ്ഞാൽ തീർന്ന് നമ്മുടെ കൈയും കാലും എല്ലാം പോകും. അതായത് പൊള്ളി പിടിച്ചൊരു രീതിയിലാവും. ഇതിൻ്റെ ശരീരത്തിൽ തന്നെ ഒരു പ്രത്യേകതരം ഒരു ഇതുണ്ട്, ആസിഡ് പോലത്തെ ഒരു സംഭവമുണ്ട്. അത് നമ്മുടെ ശരീരത്തിൽ കൊണ്ടുകഴിഞ്ഞാൽ ഇപ്പം അത് നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ സീസൺ ടൈമിൽ ഇതൊക്കെ ഉണ്ടാവുമെന്നാണ് ഇവർ പറയണത്. നമുക്കിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുമെന്നുള്ളത്. അങ്ങനെ വല അടുക്കി കഴിഞ്ഞിട്ടുണ്ട്. കാറ്റുണ്ട് കേട്ടോ നിലവിൽ. ചായ കുടിച്ച് ഇനിയിപ്പോ വല എടുത്തോണ്ടിരിക്കണ ഈ സെറ്റ് ടീം നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വല എടുക്കാനായിട്ട് അങ്ങോട്ട് പോകട്ടോ. റഫ് ടൈമിൽ കാറ്റും കോളുള്ള സമയത്ത് സർവൈവ് ചെയ്ത് നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. വെറുതെ അല്ല ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ജോബുകളിൽ 4ാമത് ഫിഷിങ് കിടക്കുന്നത്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. റഫ് ടൈം പോയി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ആ ഒരു അവസ്ഥ മനസ്സിലായത്. നമ്മളിവിടെ കണ്ടേക്കണ റഫൊന്നുമല്ല ഈ ബോട്ടിൽ പോയപ്പോൾ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ നേരത്തെ പിഴവ് കൊണ്ട് ചിലപ്പോൾ ഈ കാണുന്ന 14 ജീവനും പോയി എന്ന് പറയും. ആരുടെ എവിടെ പോയി അന്വേഷിക്കാൻ ഒരു രീതിയിലും പോയാലും കിട്ടുകയുമില്ല കേട്ടോ. അതൊക്കെ പോട്ടെ, നാഗരാജണ്ണന് ഇവിടെ പണി തുടങ്ങിയിട്ടാ. ഒരു പേന കത്തി വെച്ചിട്ട് മീൻ്റെ മീറ്റ് മാത്രം എടുത്തോണ്ടിരിക്കണം നമുക്ക് ഈ ചുക്കക്ക് വേണ്ടിയിട്ടാ. ഇവരെപ്പോഴും ഇങ്ങനെയാണ് കട്ട് ചെയ്യാൻ നേരത്ത് തൊലി എടുക്കില്ല, അതുപോലെ മുള്ളുണ്ടാവൂല. അങ്ങനെ വെറൈറ്റി രീതിയിലാണ് ഈ സംഭവം മീൻ വരെയും കട്ട് ചെയ്തിരിക്കണത്. അപ്പൊ പുള്ളിക്കാരന് ഇരുന്നൊക്കെ മീൻ വെട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ കുറെ നാളെത്തിയാണല്ലോ കടലിലേക്ക് വന്നേക്കണത്. ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് പയ്യെ ശരിയാവുന്നതാണ് പുള്ളിക്കാരൻ പറയണത്. അതായത് മീനിന്റെ തൊലിയെ കുലിച്ചുള്ളതിനുണ്ട്. ഇങ്ങനെ ഒലിച്ച് ആ മീറ്റ് മാത്രം എടുത്തിട്ടാണ് നമ്മൾ ചുക്ക റെഡിയാക്കാനായിട്ട് പോണേട്ടാ. നിങ്ങൾ വീട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ല അടിപൊളി സംഭവമാണ്. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്തോ. അങ്ങനെ നമ്മുടെ കിച്ചണിലേക്ക് കയറിയിട്ടാ. കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കിച്ചണാണ്. കിച്ചൺ നല്ല പെയിൻ്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി വെച്ചൊക്കെയാണ്. നമ്മുടെ പാത്രം വെച്ച് പഴയ അതേ ചട്ടി തന്നെ കേട്ടാ, വ്യത്യാസമൊന്നുമില്ല. അതിനകത്തേക്കതേ ഓയിൽ ഒഴിച്ചിട്ടാ ചുക്ക് ഉണ്ടാക്കണ ഒരു ചെറിയൊരു രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ. വറ്റൽമുളക് നമ്മുടെ ബോട്ടിലെ ഹൈലൈറ്റ് സാധനമാണ്. ഇതില്ലാതെ ഒരു കറി പോലും കേട്ടാ. അത് 2ആക്കി ഇങ്ങനെ ഒടിച്ചൊടിച്ചിട്ടുണ്ട്. അതൊന്ന് വെന്ത് വന്നപ്പോഴേക്കും സവാള നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഈ സവാള അരിഞ്ഞ ഞാനാണ്. ഇവരുടെ സവാള അരിയിൽ ഇങ്ങനെ ഇല്ലട്ടാ. അതുകൊണ്ടാണ് അത്ര വൃത്തികേടായിട്ടിരിക്കുന്നത്. സവാളയൊക്കെ ഒന്ന് വാടിയപ്പോഴേക്കും വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. സവാളയൊക്കെ ഒന്ന് പാതി മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ വേവിച്ച് ചെയ്യണ ഈ ഫിഷിന്റെ മീറ്റില്ലേ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണിക്ക് കുറച്ച് ആരോഗ്യം വേണം. അതുകൊണ്ട് കൈത്തടക്കവും കൈ കടക്കാത്ത ആരെങ്കിലും പിടിച്ച് അടുത്തെടുത്താട്ടെ. നാഗരാജണ്ണന്റെ കൈക്കും പണി കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഈ സമയത്താണ് എനിക്ക് മനസ്സിലായത്. കാരണം പുള്ളിക്കാരൻ മീനൊടക്കാൻ നോക്കിയിട്ട് പുള്ളിക്കാരന്റെ കൈ കൊണ്ട് പറ്റണില്ല. ആദ്യം എന്താണ് സംഭവം എന്ന് എനിക്കും മനസ്സിലായില്ല. ഇനി കയ്യിൽ എണ്ണയുള്ളതിന്റെ പേരിൽ സ്പൂണിൽ പിടിച്ചിട്ട് സ്പൂൺ തെന്നി പോണെന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ പുള്ളിക്കാരന് ഉടച്ചെടുക്കാനായിട്ട് പറ്റണില്ല. അങ്ങനെ കുറച്ചൊക്കെ ഞാൻ ഉടച്ചു കൊടുത്ത് അതിന് മസാല ഇടണ സംഭവം വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇട്ടോളാൻ പറഞ്ഞിട്ട് കുരുമുളകാണ് ആദ്യം തന്നെ നമ്മൾ ചുക്കയിലേക്ക് തട്ടിയാണ്. ഉടച്ചുടച്ച് ഏകദേശം ഈ ഒരു പരുവത്തിലാക്കണോട്ടോ മീൻ. പിന്നിട്ട് മട്ടൻ മസാല ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ജീരകപ്പൊടി അങ്ങനെ വെറൈറ്റി മസാലകളാണ് നമ്മുടെ ഈ ബോട്ടിനകത്ത് ഇരുന്നത്. പിന്നെ മല്ലിപ്പൊടി ഇട്ട് വീട്ടിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും മസാല ഒന്നും ഉണ്ട്. ആവശ്യത്തിനുള്ള മസാല മാത്രം ഇട്ട് ഈ സാധനം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഈ മസാലകളൊന്നും ഇല്ലട്ട രാജാവ്. ഈ കാണുന്ന ഇപ്പിടുന്ന മസാലയാണ് ഞാൻ പറഞ്ഞ ആള്. അതായത് ഇതാണ് 65 മസാല, ചിക്കൻ പൊടി എന്ന് ഇവർ പറയും. ഇതിട്ട് കഴിഞ്ഞാൽ ഉപ്പ് പോലും വേണട്ട. ഉപ്പ് വരെ അതിലുണ്ടെന്നാണ് പറയണത്. എങ്ങനത്തെ രീതിയിലുള്ള വിഷമാണെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും നല്ല ടേസ്റ്റാണ് ഇതെല്ലാം ഇട്ട് ഒക്കെ കഴിക്കാനായിട്ട്. അപ്പൊ നമുക്ക് വേറെ വഴിയില്ല. ഇപ്പൊ കടലിൽ നേരത്തെ എനിക്ക് ഇന്ന ഫുഡ് വേണമെന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇവരുണ്ടാക്കണ എന്താണോ അത് ഞാൻ നല്ല രുചിയോടുകൂടി കഴിക്കോട്ടെ. അപ്പൊ അതേ ചുക്ക് ഇവിടെ റെഡിയായി വന്നിട്ടെ. അപ്പൊ നമുക്ക് പുറത്തെ കാഴ്ച ഒന്ന് കണ്ടിട്ട് ഇവിടെ ഒരു ബെൽറ്റ് സ്രാവ് വന്നിട്ടുണ്ട്. ബെൽറ്റ്
വലയിൽ എന്താണ് ഒട്ടുമിക്ക മീനുകളും ചത്തു തന്നെ, തെരണ്ടി മാത്രമേ ഒട്ടുമിക്ക സമയങ്ങളിലും ജീവനോട് ഉണ്ടാവുള്ളൂ. പിന്നെ ആമയും ഉണ്ട്. ബാക്കിയുള്ള ഒട്ടുമിക്ക മീനുകളും വലയിൽ കുടുങ്ങി നിസ്സാര നേരങ്ങൾക്കുള്ളിൽ ചത്തുവും. ചൂരയൊക്കെ ഒന്നും പറയണ്ട, വാ ഒളിച്ച് നീന്താൻ പറ്റിയില്ലെങ്കിൽ അപ്പം ചത്തു പോണ മീനാണ് ഈ ചൂര. അതുപോലെ ഈ പന്നിക്കോലനും കട്ടക്കൊമ്പൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ശരിക്കും പറഞ്ഞാൽ എന്താണ് പറ്റണേന്ന് വെച്ചാൽ വലയെ കുടുങ്ങാൻ നേരത്ത് നിങ്ങൾക്ക് ആവശ്യമായ ഓക്സിജനിലും കൂടുതൽ ഓക്സിജൻ നിങ്ങൾ വലിക്കാനായിട്ട് നോക്കും. അപ്പോൾ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ഗിൽസ് തുറക്കാൻ പറ്റൂല. വലയിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കാനില്ല, ഇതിന്റെ ചെകിള് തുറന്നാലേ നിങ്ങൾക്ക് വലിക്കാൻ പറ്റുള്ളൂ. വെപ്രാള സമയത്ത് വേണ്ടത്ര ഓക്സിജൻ ഇതിന്റെ ഗിൽസിലൂടെ നിങ്ങൾക്ക് വലിച്ചെടുക്കാൻ പറ്റാതായി കഴിയുമ്പോഴാണ് വലയെ കിടന്ന് ചത്തോണ്. തെരണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തെരണ്ടികളുടെ ചെകിളിരിക്കുന്നത് വായുടെ അടിയിലായിട്ടാണ്, അതായത് അടിഭാഗത്താണ്. മറ്റുള്ള മീനുകളുടെ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അടിഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ അതേ ഒരു പന്നിക്കോലാൻ വന്നിട്ടുണ്ട്, അത്യാവശ്യം സൈസാണ്. അത് നമുക്ക് ദൂരേനെ മനസ്സിലായി, പൊന്തി ഇങ്ങനെ കിടക്കിയിരുന്നിട്ട്. ഇത് വെള്ളത്തിൽ തന്നെയാണ് കിടക്കണത്. ചത്തെന്നും പറഞ്ഞ ഈ സാധനം ചീനതൊന്നും അല്ലട്ടോ വന്നത്, വെള്ളത്തിൽ തന്നെയാണ് കിടക്കണത്. നമ്മ ഇത് ചത്ത് കഴിഞ്ഞ് നിസ്സാര നേരങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ വലയിൽ പൊക്കി നേരെ സ്റ്റോർ റൂമിലേക്ക് ഇറക്കൂല. അപ്പൊ അതെ അടുത്തൊരു പന്നിക്കോലാൻ വന്നിട്ടുണ്ട്, ഇതിനെ പൊക്കി കയറ്റാനായിട്ട് പോകേണ്ട. അത്യാവശ്യം സൈസ് ഉണ്ട്, എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 19 കിലോന് സൈസുള്ള ഒരു സോട്ട് ഫിഷ് ആണ് ഇത്. ഫോണിൽ കാണാൻ നേരത്ത് അത്ര സൈസ് തോന്നിക്കണില്ല, പക്ഷെ നേരിട്ട് കാണാൻ നേരത്ത് നല്ല സൈസ് ഉണ്ടായിരുന്നു. സോട്ട് ഫിഷ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പൊ ഇതിന്റെ വായിലോ മുതുകിലോ ഒക്കെ മണ്ടൂക്ക് വെച്ചിട്ട് ഇതിനെ പൊക്കിയെടുക്കാൻ നോക്കി കഴിഞ്ഞാൽ ഫ്ലഷിന്ന് ഇങ്ങനെ വിട്ടുപോരും. അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റാണ്, അധികം കട്ടിയൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ എങ്ങനെയാണ് പൊക്കിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഒരാൾ റോപ്പായിട്ട് വെള്ളത്തിലേക്ക് ചാടിയിട്ട് അതിന്റെ വാലിൽ കെട്ടോട്ടെ, വാലിൽ കെട്ടിയിട്ടാണ് നമ്മ റോപ്പ് വലിച്ച് ഈ സാധനത്തിന് മുകളിലേക്ക് കയറ്റുന്നത്. അപ്പൊ നൻപന്റെ റോപ്പായിട്ട് വെള്ളത്തിലേക്ക് ചാടിയിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ചാടി വെള്ളത്തിൽ വെച്ച് തന്നെയാണ് നമ്മ വാലിൽ ഊരാക്കൂടെ കിട്ടണത്. എന്നിട്ടാണ് നമ്മ ബോട്ടിലേക്ക് വലിച്ച് കയറ്റുന്നത്. മീനെടുത്തോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വല ഒഴുകി ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രൊപ്പലർമ ചുറ്റിപ്പിടിക്കും. അതുകൊണ്ട് വല നമ്മ ഒരാൾ എപ്പോഴും സേഫായിട്ട് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണം. അങ്ങനെ ഒരു കണക്കിന് അതിനെ പൊക്കി കയറ്റി ഇനി അതിന്റെ കൊമ്പ് മുറിച്ചുകളയാണ്, അല്ലെങ്കിൽ ആ കൊമ്പ് നമ്മുടെ കാലുമ്പോൾ തന്നെ കയറൂട. അത്യാവശ്യം വലിപ്പമുള്ള കൊമ്പാണ്. അത് മാത്രമല്ല ഈ കൊമ്പ് നല്ല മൂർച്ചുള്ളതുണ്ട്. നേരെ കടലിലേക്ക് ഇട്ട് റോക്കറ്റ് പോണ പോലെ പറന്നു പോട്ടെ. ഇനി നേരെ ഇതിന്റെ കുടലെടുത്തിട്ടാണ് നമ്മൾ സ്റ്റോർ റൂമിലേക്ക് ഇറക്കുള്ളൂ. രക്തം കാണിക്കുന്നത് യൂട്യൂബ് പോളിസിക്കെതിരെ അതിന്റെ പേരിൽ നമുക്കതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഏതെങ്കിലും രീതിയിൽ നമുക്ക് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ അത് കാണിക്കാട്ടെ. അടുത്ത കട്ടാപ്പ് എടുക്കാനായിട്ട് നമ്മൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സെറ്റ് വലയിനകത്തും മീൻ വരില്ല കേട്ടോ. അതിൽ പ്രതീക്ഷിക്കണതിൽ കൂടുതൽ വരും, ചിലതിലൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് ഈ കടലിലെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കണ പോലെയല്ല, എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്, പിന്നെ ഭാഗ്യവും വേണം. അങ്ങനെ നമ്മൾ പിടിച്ച മീനുകളെല്ലാം ഓരോന്നോരോന്നായിട്ട് സ്റ്റോർ റൂമിലേക്ക് ഇറക്കിയാണ്. കള്ളിയൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല. ഇനി ഓരോരോ കള്ളി ഓപ്പൺ ചെയ്തിട്ട് കിട്ടിയ മീനുകളെല്ലാം ഓരോരോ അറയിലാക്കി വെക്കും. ഏകദേശം 14 അറയാണ് നമ്മുടെ ഈ ബോട്ടിന്റെ സ്റ്റോർ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരറയുടെ ഹൈറ്റ് നോക്കി, അത്രയും ഹൈറ്റിൽ ഐസ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം നിറച്ചിട്ട് വേണം നമുക്ക് ഇനി കരയിലേക്ക് പോകാനായിട്ട്. അതെ വലിയ വലിയ മീനുകളെയൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ സൂക്ഷിച്ചിറക്കും. അപ്പൊ പന്നിക്കോലാന്റെ കുടലെടുത്തിട്ടാ, കുടലെടുത്ത് അതിന്റെ ചെകിളേക്ക് എടുത്ത് കഴിഞ്ഞ് നമ്മ
സ്റ്റോർ റൂമിൽ നിന്ന് മുകളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഒരു തെരണ്ടിക്കുട്ടനും കൂടി നമ്മുടെ വലയിനകത്ത് കൂടിയും കിടക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് സെറ്റ് വലയാണ് എടുത്തുകൊണ്ടിരിക്കണ. ഇന്നലെ രാത്രി 10 മണിക്കാണ് വല എടുക്കാൻ തുടങ്ങിയത്. സമയം ഇപ്പം എത്ര മണിയാണെന്നറിയോ? പിറ്റേ ദിവസം രാവിലെ 10 മണിയായിട്ടാ. ഇങ്ങനെയൊക്കെയാണ് പണി. ഇതിപ്പോ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് വല വന്നിട്ടാണ്. അതേസമയം മുറുക്കൊക്കെ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ ഉച്ചക്കലത്തെ ഭക്ഷണമൊന്നും ഉണ്ടാവൂലെന്നാണ് പറയണത്. ചൂര തന്നെ ഉണ്ട ചൂര. പുറത്തുനിന്ന് കാണുന്നവർക്കോ ഒരുപക്ഷെ ഈ പണിനെ പറ്റി അറിയാത്തവർക്കോ എനിക്കറിയില്ല, ഇത് ചിലപ്പോൾ ഒരു കഷ്ടപ്പാടില്ലാത്ത പണിയായിട്ട് തോന്നുമായിരിക്കാം. പക്ഷെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കഷ്ടപ്പാടുള്ള പണിയാണ്ടത്. ഏറ്റവും കഷ്ടപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ കടൽ പണികളിൽ ഒരുവിധപ്പെട്ട ശംഖ് പണിക്ക് ഞാൻ പോയിട്ടുണ്ട്. അത് റിസ്ക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതാണുള്ളത്. കാരണം ഉറക്കമെന്ന് പറയുന്ന സാധനം നമുക്കില്ല. ഒരു 2 ദിവസമൊക്കെയാണ് ഒരു ഉറങ്ങാണ്ടിരുന്ന് പണിയെടുക്കുന്നത്. ചോറ് തിന്നണ സമയത്ത് ചോറും പാത്രത്തിൽ കൈ ഇങ്ങനെ നമ്മിങ്ങനെ കൈയിട്ട് ഇങ്ങനെ എടുക്കുമല്ലോ, ആ സമയത്ത് വരെ ഉറങ്ങിപ്പോയിട്ടുണ്ട്. അതേ ഒരു ബെൽറ്റ് തന്നെ ഉണ്ട്. ബെൽറ്റ് സ്രാവ് വണ്ടി തന്നെ ബെൽറ്റ് സ്രാവ്. ഈ ബെൽറ്റിനെ നമ്മൾ ഉപയോഗിക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാനായിട്ടല്ല ഉപയോഗിക്കണം. ഇതിന്റെ ആ ചിറകുകളില്ലേ, അതിന്റെ ഫിൻസ് മെഡിക്കൽ പർപ്പസിനാണ് കൊണ്ടുപോകണം. അല്ലാതെ വേറെ ഒന്നിനുള്ള കേട്ടോ. നമുക്ക് കഴിക്കൊന്നുമില്ല ഈ ബെൽറ്റ് സുറ എന്നാണ് ഇവര് പറയുന്നത്. വാലിന്റെ നീളം കണ്ട നല്ല നീളമാണ് ഇതിന്റെ വാല്. ബെൽറ്റ് എന്ന് വിളിക്കുന്നതിന്റെ വാലിന്റെ നീളം ബെൽറ്റ് പോലെ ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. ഫിൻസാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. എന്ത് മെഡിക്കൽ പർപ്പസ് ആണെന്ന് അറിയില്ല. അതറിയണവരൊന്ന് കമന്റ് ചെയ്യണേ. ഇത് കണ്ട ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കുത്തു നോക്കി. കാറ്റ് തുടങ്ങണുള്ളൂ കേട്ടോ. ഇതൊക്കെ ഒരു ചെറിയ സാമ്പിള് മാത്രം. ഓണർ വിളിച്ച് പറഞ്ഞ പോലെ ഓണർക്ക് അറിയാൻ പറ്റും കാറ്റുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ പുള്ളിക്കാരൻ നമുക്ക് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു തരും. അവസാനത്തെ ബെൽറ്റ് സ്രാവ് കയറി വല ഷട്ടർ ഇട്ടിട്ട എല്ലാ കട്ടാപ്പും നമ്മുടെ ബോട്ടിലേക്ക് തിരിച്ച് കയറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വല ഇടണ മുമ്പ് ഈ ബോട്ടിന്റെ കോലം എങ്ങനെയായിരുന്നു, വല ഇട്ട് കഴിഞ്ഞിട്ട് ഈ വലയൊക്കെ കയറ്റി കഴിഞ്ഞപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കണ്ടല്ല. ഇനി ഈ വലകളെല്ലാം റെഡിയാക്കി എടുക്കണം. അതേസമയം അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ ഓടിപ്പോവുകയാണ്. ഇവിടെ നിന്ന് കുറച്ച് നോട്ടിക്കൽ മാറി വൈകുന്നേരം 3:30-4 മണിക്ക് വലയിടാനുള്ള സ്ഥലത്ത് ആ ഒരു രീതിയിലാണ് നമ്മൾ ഓടിപ്പോണത്. പണിയെല്ലാം കഴിഞ്ഞത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഈ കാണുന്ന ചൂരച്ചുക്കയും അതുപോലെ തണുത്ത കന്നിയും പിന്നെ ചെറിയ ഉള്ളി അതും ഒരു സൈഡിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ടീം ഇതേ ഇവിടെ ബോട്ടിൽ ബാക്കിലിരിക്കുന്നുണ്ട്. ഞങ്ങൾ ബോട്ടിന്റെ അണിയത്തിരിക്കുന്നുണ്ട്. പിന്നെ അച്ചാറും ഉണ്ട് കേട്ടോ. തണുത്ത കന്നിയും ഈ ചൂരച്ചുക്കയും കൂടിയുള്ള കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഒരു രക്ഷയിലട്ടോ. നല്ല കിടിലൻ ടേസ്റ്റാണ്. തണുത്ത കന്നിനെ നൻപനൊക്കെ പറയുന്നത് ഐസ് ബിരിയാണി എന്നാണ്. ശരിക്കും ഐസ് ബിരിയാണി തന്നെയാണ്. അതായത് നല്ല തണുപ്പായിരിക്കുള്ളൂ. ആ തണുപ്പിൻ്റെ ഒപ്പം നമ്മുടെ ചൂടൻ ചൂരച്ചുക്കയൊക്കെ ഇട്ട് തിന്നാനുണ്ടല്ലോ, വേറെ ലെവല്. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വല മുറുക്ക് മാറ്റില്ലാണ്ട. അതേസമയം ബോട്ട് അടുത്ത സ്ഥലത്തേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഒരു കിടിലൻ കിടുക്കാച്ചി എപ്പിസോഡായിട്ട് വരാം. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നല്ല നല്ല കിടിലൻ കാഴ്ചകൾ ഇനിയുള്ള അടുത്ത എപ്പിസോഡിലാണ്ട് വന്നത്. അപ്പോൾ കാണാം. ടാറ്റാ.